എല്ലാവർക്കും ഈ സെഷനിലേക്ക് സ്വാഗതം. ഞാൻ കൃഷ്ണകുമാർ മാസ്റ്റർ. I hope you are doing well. I think you might have learned the basic concept of arithmetic sequence. സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിന്റെ ആദ്യ ഭാഗങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. Let us recall once again. And also I would like to bring into your notice that this chapter contributed 23 marks to the total in the last examination. നിങ്ങൾ കഴിഞ്ഞ വർഷം ഈ 2020 ഈ വർഷം മാർച്ച് മാസം നടന്ന SSLC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. അതിൽ ഈ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്ന് മാത്രം 23 മാർക്കിന്റെ 23 മാർക്സിന്റെ ക്വസ്റ്റ്യൻ 80-ൽ 23 മാർക്സിന്റെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. ഒരു പാഠഭാഗത്ത് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഈ പാഠഭാഗത്തിന്റെ ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ ഈ ചാപ്റ്റർ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പാഠഭാഗമാണ്. നിങ്ങൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഓർമ്മിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട് പബ്ലിക് എക്സാമിനേഷന് SSLC പരീക്ഷകൾക്ക് മുൻ വർഷങ്ങളിൽ വന്ന ക്വസ്റ്റ്യൻസ്, ഇതുവരെ പഠിച്ച ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലെറ്റ് മീ ഷെയർ മൈ സ്ക്രീൻ വിത്ത് യു. ഓക്കെ, ഓക്കെ കുട്ടികളെ, സമാന്തര ശ്രേണികൾ അരിത്മെറ്റിക് സീക്വൻസസ് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. An arithmetic sequence is a sequence starting with a number and other terms got by adding a fixed number repeatedly. അല്ലേ, ഒരു നമ്പറിനോട് മറ്റൊരു പെർട്ടിക്കുലർ നമ്പർ റിപ്പീറ്റഡ്, അതുപോലെ ആവർത്തിച്ച് കൂട്ടി എഴുതിയാൽ കിട്ടുന്ന ശ്രേണിയാണ് സമാന്തര ശ്രേണി. ഈ സമാന്തര ശ്രേണിയുടെ പദങ്ങളെ സാധാരണയായി x1, x2, x3, x4 എക്സെട്ര എന്നിങ്ങനെ സൂചിപ്പിക്കും. ഇത് മാത്രമല്ല y1, y2, y3 എക്സെട്ര ഇങ്ങനെ സൂചിപ്പിക്കാം. അതുപോലെ t1, t2, t3 ഒക്കെ ഇത് പദങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ ടേംസിനെ റെപ്രസെന്റ് ചെയ്യാൻ x1, x2, x3 എന്ന് എഴുതുമ്പോൾ അവിടെ എക്സിന്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് 1, 2, 3 അതൊക്കെ നമ്പേഴ്സ് എഴുതാറ്. എക്സിന് തുല്യമായിട്ട് അതേ വലിപ്പത്തിൽ എഴുതരുത്. അതിന്റെ റൈറ്റ് സൈഡിൽ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് പൊസിഷനെ സൂചിപ്പിക്കാനുള്ള നമ്പേഴ്സ് എഴുതുന്നത് ശ്രദ്ധിക്കുക. ഞാൻ 2-3 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ. 1, 2, 3, 4, 5 എക്സെട്ര. നമുക്കറിയാം ഒരു നമ്പർ, ആദ്യത്തെ നമ്പർ 1 ആണ്. അതിനോട് 1 എന്ന നമ്പർ ആവർത്തിച്ച് കൂട്ടി എഴുതിയാൽ കിട്ടുന്ന ശ്രേണിയാണത്. 1, 2, 3, 4, 5 എക്സെട്ര. നെക്സ്റ്റ് എക്സാമ്പിൾ 5, 10, 15, 20 എക്സെട്രയാണ്. അവിടെ നിങ്ങൾ പറഞ്ഞാട്ടെ, ഏത് നമ്പറാണ് നമ്മൾ ആദ്യത്തെ നമ്പറിനോട് കൂട്ടിയത്? ആദ്യത്തേത് 5 ആണ്, 5 ആണ്. അതിനോട് ഏത് നമ്പർ കൂട്ടിയാലാണ് 10 കിട്ടുക? 5. വീണ്ടും നമുക്കറിയാം അത് തന്നെയാണ്, ആ നമ്പർ തന്നെയാണ്, 5 തന്നെയാണ് കൂട്ടേണ്ടത്. അപ്പൊ ഇവിടെ സെക്കൻഡ് ടേം 10 ആണ്, തേർഡ് ടേം നമുക്ക് 15 കിട്ടി, 5 ആഡ് ചെയ്തു അല്ലേ. അതുപോലെ ഫോർത്ത് ടേം 20 എങ്ങനെ കിട്ടിയത്? തേർഡ് ടേമിനോട് 5 ആഡ് ചെയ്തു. പക്ഷെ ഞാൻ തേർഡ് സീക്വൻസ്, മൂന്നാമത്തെ എക്സാമ്പിൾ എഴുതിയത്, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞത് എന്താണ്? ഒരു സംഖ്യയോട് ഒരു നിശ്ചിത സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടി എഴുതിയാൽ കിട്ടുന്ന ശ്രേണിയാണ് സമാന്തര ശ്രേണികൾ.
അല്ലേ? By definition, an arithmetic sequence is a sequence starting with a number and the other terms got by adding a fixed number repeatedly. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ തേർഡ് എക്സാമ്പിളിൽ 100 കഴിഞ്ഞു 90 ആണ്. ഇപ്പൊ ചില കുട്ടികൾക്ക് സംശയം വരാം, സാർ ഇപ്പൊ പറഞ്ഞത് കൂട്ടാനല്ലേ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് ടേം എങ്ങനെയാണ് 90 വന്നത്? യെസ്, അവിടെയും കൂട്ടുകയാണ് ചെയ്തത്, പക്ഷെ നെഗറ്റീവ് നമ്പറാണ് കൂട്ടിയതെന്ന് മാത്രം. 100നോട് നെഗറ്റീവ് 10 ആഡ് ചെയ്യുമ്പോഴാണ് 90 ആവുന്നത്, അല്ലെ? അപ്പൊ നെഗറ്റീവ് 10 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം 10 സബ്ട്രാക്ട് ചെയ്യുക എന്നാണ് മീനിങ്. അതുപോലെ 90നോട് നെഗറ്റീവ് 10 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 90യിൽ നിന്ന് 10 സബ്ട്രാക്ട് ചെയ്യലാണ്. അപ്പൊ നമുക്ക് 80 കിട്ടി. 80നോട് നെഗറ്റീവ് 10 ആഡ് ചെയ്യാൻ പറഞ്ഞാലോ ജസ്റ്റ് 10 സബ്ട്രാക്ട് ചെയ്യുക, അപ്പൊ നമുക്ക് 70 കിട്ടി. ഓക്കെ, അപ്പോൾ അരിത്മെറ്റിക് സീക്വൻസ് എന്താണ് എന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് റീകോൾ വൺസ് അഗൈൻ ദ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. എന്താണ് പൊതുവ്യത്യാസം? ഞാൻ നേരത്തെ പറഞ്ഞത് പ്രകാരം ആവർത്തിച്ച് കൂട്ടുന്ന സംഖ്യയാണ്, അല്ലെ? അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു തരത്തിൽ എന്ത് പറയാം, സമാന്തര ശ്രേണിയുടെ അടുത്തടുത്ത രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും ഒരു സ്ഥിരസംഖ്യയായിരിക്കും. In an arithmetic sequence, the difference between any two consecutive terms is same throughout the sequence. This difference is known as the common difference. Just x1, x2, x3, x4, etc. ഇങ്ങനെ ടേംസിനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അവിടെ കോമൺ ഡിഫറൻസ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു ടേമിൽ നിന്ന് അതിന്റെ ജസ്റ്റ് പ്രൊസീഡിങ് ആയിട്ടുള്ള ടേം, തൊട്ട് മുമ്പിലുള്ള ടേം കുറക്കലാണ്, സബ്ട്രാക്ട് ചെയ്യലാണ്. അപ്പൊ ഇവിടെ ഡി കാണാൻ വേണ്ടി നമുക്ക് x1, x2, x3 ഇതാണ് ടേംസ് എങ്കിൽ ഡി കാണാൻ, പൊതുവ്യത്യാസം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറച്ചാൽ മാത്രം മതി. അല്ലെങ്കിലോ മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറച്ചാൽ മതി. അങ്ങനെ മാത്രമേ കിട്ടുമോ? അല്ല, നമുക്ക് നാലാമത്തെ പദത്തിൽ ഏതാ കുറക്കണ്ടേ? അതിന്റെ തൊട്ട് മുമ്പിലുള്ള പദം, മൂന്നാമത്തെ പദം കുറക്കുക. 10ാമത്തെ പദം കിട്ടി, അതിനകത്ത് നിന്ന് ഏത് പദം കുറച്ചാലാണ് പൊതുവ്യത്യാസം? 9ാമത്തെ പദം കുറച്ചാൽ നമുക്ക് പൊതുവ്യത്യാസം കിട്ടും. കാരണം ഒരു സമാന്തര ശ്രേണി അരിത്മെറ്റിക് സീക്വൻസിലെ ഏത് രണ്ട് പദങ്ങൾ തമ്മിലുള്ള തുടർച്ചയായ കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതിനെയാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞത് കൊണ്ട് ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. ഇനി ഞാൻ അടുത്ത എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വരുമ്പോൾ ഒരു സീക്വൻസ് കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങളെ മനസ്സിലേക്ക് കടന്നു വരേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഇവിടെ ഇൻക്രീസിങ് അരിത്മെറ്റിക് സീക്വൻസ്, അതായത് ഒരു സമാന്തര ശ്രേണി വലുതായി പോകുന്ന സമാന്തര ശ്രേണി എന്ന് പറയുമ്പോൾ അവിടെ നമുക്കറിയാം ഒരു ആദ്യത്തെ നമ്പറിനോട് ഒരു നിശ്ചിത സംഖ്യ പെർട്ടിക്കുലർ നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് സെക്കൻഡ് നമ്പർ കിട്ടുക. സെക്കൻഡ് നമ്പറിനോട് ഒരു പെർട്ടിക്കുലർ നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് തേർഡ് ടേം കിട്ടുക, അല്ലെ? അങ്ങനെ ഫോർത്ത് ടേം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? തേർഡ് ടേമിനോട് അതേ പെർട്ടിക്കുലർ നമ്പർ അല്ലെങ്കിൽ ആദ്യം ഏതാണോ കൂട്ടിയത് ആ നമ്പർ തന്നെ കൂട്ടുമ്പോൾ ഫോർത്ത് ടേം കിട്ടും. ഓക്കെ, ഇവിടെ എക്സാമ്പിളിൽ 3 കഴിഞ്ഞ് 7 ആണ്. 3 കഴിഞ്ഞ് 7, ഫസ്റ്റ് ടേം ഈസ് 3 ആൻഡ് ഹിയർ സെക്കൻഡ് ടേം ഈസ് 7. ഫസ്റ്റ് ടേമിനോട് ഏത് നമ്പർ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 7 കിട്ടിയത്? യെസ്, മനസ്സിലേക്ക് നിങ്ങളെ കടന്നു വന്നിട്ടുണ്ട്. ഏതാണ്? +4. 4 എന്ന നമ്പർ 3നോട് 4 ആഡ് ചെയ്യുമ്പോഴാണ് 7 കിട്ടിയത്. അതേ 4 തന്നെ 7നോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 11 കിട്ടും. 11നോട് 4 ആഡ് ചെയ്ത് കഴിഞ്ഞാലോ 15 കിട്ടും. അവിടെ കോമൺ ഡിഫറൻസ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം 7 - 3 = 4. അതേപോലെ തന്നെ സിമിലർലി ഏത് ഒരു ടേമിൽ നിന്ന് അതിന്റെ തൊട്ട് മുമ്പിലുള്ള ടേം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. ഇവിടെ കോമൺ ഡിഫറൻസ് പോസിറ്റീവ് ആണ്. ആ പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും അത് ഇൻക്രീസിങ് അരിത്മെറ്റിക് സീക്വൻസ് ആണ്. നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയാൽ ഡിക്രീസിങ് അരിത്മെറ്റിക് സീക്വൻസ്. നമ്മൾ നേരത്തെ 100, 90, 80 എന്ന് കണ്ടൊരു അരിത്മെറ്റിക് സീക്വൻസ് എഴുതിയത് മനസ്സിലായില്ലേ? നേരത്തെ കണ്ടതല്ലേ? അവിടെ നമുക്കറിയാം കുറഞ്ഞു പോകുമ്പോൾ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? കുറഞ്ഞു പോകുന്ന ഒരു അരിത്മെറ്റിക് സീക്വൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ കോമൺ ഡിഫറൻസ് നെഗറ്റീവ് നമ്പർ ആയിരിക്കും. ഇവിടെ 20, 17, 14, 11 എക്സെട്ര ആണ് അരിത്മെറ്റിക് സീക്വൻസ്. അത് ഫസ്റ്റ് ടേം 20 ആണ്.
സെക്കൻഡ് ടേം 17 ആണ്. 17 എങ്ങനെ കിട്ടുന്നു? നമ്മൾ 20യിൽ നിന്ന് ആക്ച്വലി 3 മൈനസ് ചെയ്യുമ്പോഴാണ് 17 കിട്ടുക. 3 മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മീനിങ് -3 ആഡ് ചെയ്യുക എന്നാണ്. അപ്പൊ 20നോട് -3 ആഡ് ചെയ്താൽ നമുക്ക് 17 കിട്ടും. സംശയമില്ലല്ലോ. അതേ -3 17നോട് ആഡ് ചെയ്താൽ എന്താ കിട്ടുക? 17 3 സബ്ട്രാക്ട് ചെയ്യുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവിടെ എന്ത് കിട്ടി? 14 കിട്ടി. അങ്ങനെയാണെങ്കിൽ 14നോട് -3 ആഡ് ചെയ്യാൻ പറഞ്ഞാൽ എത്രയായിരിക്കും ആൻസർ? 14 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ദാറ്റ് ഈസ് 11. ഓക്കെ മക്കളെ, ഈ ഒരു സ്ക്രീനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ഇൻക്രീസിങ് ആണെങ്കിൽ അവിടെ കോമൺ ഡിഫറൻസ് പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഒരു അരിത്മെറ്റിക് സീക്വൻസ് ഡിക്രീസിങ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ അവിടെ കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആയിരിക്കും. ഈ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. നമുക്ക് ജസ്റ്റ് 2-3 എക്സാമ്പിൾ നോക്കാം. Find the common difference of the following arithmetic sequences. ഫസ്റ്റ് എക്സാമ്പിൾ, ചുവടെ കൊടുത്തിരിക്കുന്ന സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം കാണുക. അവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന സമാന്തര ശ്രേണി ഏതാണ്? അരിത്മെറ്റിക് സീക്വൻസ് ഏതാണ്? 10, 13, 16, 19 എക്സെട്ര. ആദ്യത്തെ ടേം 10 ആണ്, സംശയമില്ല. ഇവിടെ ആദ്യത്തെ ടേം 10 ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏതാണ്? 13 ആണ്. എന്താ ചെയ്തത്? 3 കൂട്ടി അല്ലെ. 13 കഴിഞ്ഞിട്ട് ഏതാണ്? 16 ആണ്. അവിടെ 13 കഴിഞ്ഞിട്ട് 16, എന്താണ് അവിടെ ഡിഫറൻസ് വന്നത്? 3 കൂട്ടി. 16 കഴിഞ്ഞിട്ട് 19 ആണ്. അവിടെ 3 കൂട്ടി. അപ്പൊ നമുക്കറിയാം അത് ആ ഒരു അരിത്മെറ്റിക് സീക്വൻസ് റീഡ് ചെയ്യുന്ന സമയത്ത്, വായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ 3 ആണ് ആഡ് ചെയ്ത് പോകുന്നത്. അവിടെ കോമൺ ഡിഫറൻസ് 3 ആണ്. കോൺസിക്യൂട്ടീവ് 2 ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും സെയിം ആയിരിക്കും. അതിനാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ നമുക്ക് 13 10 കുറച്ച് കഴിഞ്ഞാൽ 3 കിട്ടും. ആ ക്വസ്റ്റ്യനിൽ കോമൺ ഡിഫറൻസ് കാണാൻ ചോദിച്ചാൽ നിങ്ങൾ ജസ്റ്റ് 13 10 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 3 എന്ന് കിട്ടും. അത് എഴുതിയാൽ മതി. പക്ഷെ ഞാൻ അവിടെ ഏത് നമ്പർ തമ്മിലുള്ള ഡിഫറൻസും 3 ആണെന്ന് കാണിക്കാൻ ഞാൻ സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് 16 മൈനസ് 13 ഈസ് ഈക്വൽ ടു 3 എന്ന് എഴുതി. 19 മൈനസ് 16 ഈസ് ഈക്വൽ ടു 3. അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആ രീതിയിൽ എഴുതിയെന്ന് മാത്രം. ക്വസ്റ്റ്യൻ പൊതുവ്യത്യാസം കാണുക എന്ന് മാത്രമാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറച്ച് അവിടെ പൊതുവ്യത്യാസം കണ്ടാൽ മാത്രം മതി. ഓക്കെ മക്കളെ, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. അടുത്ത എക്സാമ്പിൾ നോക്കിയേ. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് 100, 95, 90, 85 എക്സെട്രയാണ് അല്ലെ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? എന്താണത്? ഇവിടെ അരിത്മെറ്റിക് സീക്വൻസ് ഡിക്രീസിങ് ആണ്. നമ്മുടെ മൈൻഡിലേക്ക് എന്താ കടന്നു വന്നത്? യെസ്, അവിടെ കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആണ്. കാരണം ഇവിടെ സെക്കൻഡ് ടേം ഈസ് 95 ആൻഡ് ഫസ്റ്റ് ടേം ഈസ് 100. സ്മോളർ നമ്പറിൽ നിന്ന് ഗ്രേറ്റർ നമ്പർ ആണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. എപ്പോഴും ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യയാണ് സബ്ട്രാക്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ സൈൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ 95 മൈനസ് 100 ഈസ് ഈക്വൽ ടു -5. 90 minus 95 is also -5. 85 minus 90 is also -5. ഇവിടെ ചെറിയ സ്മോളർ നമ്പർ നിന്ന് ഗ്രേറ്റർ നമ്പർ സബ്ട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് അവിടെ സൈൻ എന്ത് വന്നു? നെഗറ്റീവ് വന്നു. ഈ അരിത്മെറ്റിക് സീക്വൻസ് റീഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് മനസ്സിലാവും അവിടെ കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആണ്. അവിടെ -5 ആണ് കോമൺ ഡിഫറൻസ്. ഇനി ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് പോവുകയാണ്. ഈ ഭാഗം നിങ്ങൾ എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കണം. കാരണം പബ്ലിക് എക്സാമിനേഷന്, ആനുവൽ പൊതു പരീക്ഷയ്ക്ക്, SLC പരീക്ഷയ്ക്ക് ഇങ്ങനെയുള്ള ഭാഗത്തുനിന്ന് ഉറപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അപ്പൊ ഞാനൊന്ന് പറയട്ടെ. ഇവിടെ പൊസിഷൻ ആൻഡ് ടേംസ്, ഞാൻ ഒരു അരിത്മെറ്റിക് സീക്വൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. 3, 6, 9, 12, 15, 18 എക്സെട്ര. നിങ്ങളുടെ മനസ്സിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കടന്നു വന്നത്? ഇവിടെ അരിത്മെറ്റിക് സീക്വൻസ് ഇൻക്രീസിങ് ആണ്. ഇവിടെ കോമൺ ഡിഫറൻസ് പോസിറ്റീവ് നമ്പർ ആണ് അല്ലെ. ഞാൻ ഇവിടെ x1, x2, x3 എക്സെട്ര എന്ന് ഇതിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം യൂഷ്വലി ടേംസിനെ, അരിത്മെറ്റിക് സീക്വൻസിലെ ടേംസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഞാൻ ആദ്യം പറഞ്ഞു x1, x2, x3 എക്സെട്ര എന്നിങ്ങനെ സൂചിപ്പിക്കും. അവിടെ ഓർമ്മിക്കേണ്ടത്
ആ x1 എന്നതിൽ 1 എന്നത് പൊസിഷനെ സൂചിപ്പിക്കുന്നു, സ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ 2 എന്ന് പറയുന്നത് സ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. സെക്കൻഡ് പൊസിഷനെ സൂചിപ്പിക്കാനാണ് ആ 2 യൂസ് ചെയ്തത്. അവിടെ 3 യൂസ് ചെയ്തതോ തേർഡ് പൊസിഷനെ സൂചിപ്പിക്കാനാണ്. ഞാൻ ഇവിടെ തൊട്ട് താഴെ ഒരു ബോക്സിൽ ഇതിന്റെ പൊസിഷൻ വാല്യൂയും ടേം വാല്യൂയും കൊടുത്തിരിക്കുന്നു. ഇവിടെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. Here term, first term is 3, second term is 6, and third term is 9, fourth term is 12, fifth term is 15, sixth term is 18. അത്രയും ഞാൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒന്നാമത്തെ സ്ഥാനം, ഒന്നാമത്തെ പദം അവിടെ പൊസിഷൻ 1 ആണ്. രണ്ടാമത്തെ പദം പൊസിഷൻ 2 ആണ്. മൂന്നാമത്തെ പദം പൊസിഷൻ 3 ആണ്. നാലാമത്തെ പദം പൊസിഷൻ 4, എക്സെട്ര. നമുക്ക് അപ്പൊ ഞാൻ അതേസമയം നിങ്ങൾ അതിന്റെ ടേം വാല്യൂ, അതായത് അരിത്മെറ്റിക് സീക്വൻസിലെ ടേംസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ടേം ഈസ് 3, സെക്കൻഡ് ടേം ഈസ് 6, തേർഡ് ടേം ഈസ് 9, ഫോർത്ത് ടേം ഈസ് 12, എക്സെട്ര അല്ലെ? ഇവിടെ ഞാൻ പറയുന്നത് ഈ പൊസിഷൻ തമ്മിലുള്ള ഒരു ഡിഫറൻസ്, ഫസ്റ്റ് ടേമിനോട് ഞാൻ പറയുന്ന കാര്യം ഒന്നും കൂടെ നിങ്ങളെ മനസ്സിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. അത് മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഒന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദത്തിലേക്ക് എത്താൻ നമ്മൾ എത്ര തവണയാണ് ഇവിടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തത്? എത്ര തവണയാണ്? ഒരു തവണ മാത്രമാണ്. 3യിൽ നിന്ന് 6 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കോമൺ ഡിഫറൻസ് 3 ആണ്. 3നോട് ഒരു തവണ 3 ആഡ് ചെയ്യുമ്പോഴാണ് 6 കിട്ടിയത് അല്ലെ? ആക്ച്വലി സെക്കൻഡ് ടേമിനോട് തേർഡ് എത്ര തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് തേർഡ് ടേം കിട്ടുക? ഒരു തവണയാണ്. അതുപോലെ തേർഡ് ടേമിനോട് ഒരു തവണ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ ഫോർത്ത് ടേം കിട്ടും. ഓക്കെ, ക്ലിയർ ആണത്? ഇവിടെ ഈ ഒന്നാമത്തെ ടേമിനോട് എത്ര തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് മൂന്നാമത്തെ ടേം കിട്ടുക എന്ന് ചോദിച്ചാലോ? രണ്ടാമത്തേത് കിട്ടാൻ ഒരു തവണ, മൂന്നാമത്തേത് കിട്ടാൻ വീണ്ടും ഒരു തവണ. അപ്പൊ ടോട്ടൽ ഒന്നാമത്തെ ടേമിൽ നിന്ന് മൂന്നാമത്തെ ടേമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഹൗ മെനി ഡീസ്, എത്ര പൊതുവ്യത്യാസങ്ങളാണ് നമ്മൾ കൂട്ടിയത്? 2 times d അല്ലെ? 2 തവണ പൊതുവ്യത്യാസം കൂട്ടി. ആ 2 തവണ എന്ന് മനസ്സിലാക്കാൻ ജസ്റ്റ് പൊസിഷൻ വാല്യൂവിന്റെ ഡിഫറൻസ് നോക്കിയാൽ മതി. ഇവിടെ 1ൽ നിന്ന് 3ലേക്ക് എത്താൻ വേണ്ടി ഏതാ കൂട്ടിയത്? 2 ആണ്. 1നോട് 2 ആഡ് ചെയ്യുമ്പോഴാണ് 3 കിട്ടിയത്. അപ്പൊ ഫസ്റ്റ് ടേമിനോട് 2 times d ആഡ് ചെയ്താലാണ് തേർഡ് ടേം കിട്ടുക. അതാണ് വളരെ പ്രധാനപ്പെട്ട, ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഇവിടെ ഫസ്റ്റ് ടേമിനോട് എത്ര തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് ഫോർത്ത് ടേം കിട്ടുക? ഈ ഫസ്റ്റ് ടേമിനോട് എത്ര തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് ഫോർത്ത് ടേം കിട്ടുക? ഒന്ന് നോക്കുക ഇവിടെ സ്ക്രീനിൽ. ഫസ്റ്റ് ടേമിന്ന് ഒരു തവണ ആഡ് ചെയ്ത സെക്കൻഡ് ടേം, വീണ്ടും ഒരു തവണ തേർഡ് ടേം, വീണ്ടും ഒരു തവണ ഫോർത്ത് ടേം. അപ്പൊ ടോട്ടൽ 3 times ആഡ് ചെയ്തു അല്ലെ? ഇവിടെ പൊസിഷൻ വാല്യൂ ഒന്ന് ശ്രദ്ധിച്ചേ. 1 അവിടുന്ന് ഫോർത്ത് പൊസിഷനിലേക്കാണ് എത്തേണ്ടത്. ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് ഫോർത്ത് പൊസിഷനിലേക്കാണ്. എത്ര? 1നോട് ഏത് നമ്പർ ആഡ് ചെയ്താലാണ് 4 കിട്ടുക? യെസ്, നിങ്ങളെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നു, 3 ആണ്. അപ്പൊ 3 times ആണ് അവിടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യേണ്ടത്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഫസ്റ്റ് ടേമിനോട്, ഒന്നാമത്തെ പദത്തോട് എത്ര പൊതുവ്യത്യാസങ്ങൾ കൂട്ടിയാലാണ് 10ാമത്തെ പദം കിട്ടുക? നമ്മൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അതിന്റെ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയേ. 1, 10, ഒന്നാമത്തെ സ്ഥാനം, 10ാമത്തെ സ്ഥാനം. 1നോട് ഏത് നമ്പർ ആഡ് ചെയ്താലാണ് 10 കിട്ടുക? 9 ആണ് അല്ലെ? അപ്പൊ ഫസ്റ്റ് ടേമിനോട് 9 times d ആഡ് ചെയ്താലാണ് 10ാമത്തെ പദം, 10th ടേം കിട്ടുക. മനസ്സിലായില്ലേ മക്കളെ? അത് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒന്നാമത്തെ പദത്തോട് 9 തവണ പൊതുവ്യത്യാസം ആഡ് ചെയ്താൽ 10ാമത്തെ പദം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ പദത്തിനോട് എന്ത് ആഡ് ചെയ്താലാ 10ാമത്തെ പദം കിട്ടുക? നിങ്ങൾക്കറിയാം, ഒന്നാമത്തെ പദത്തിനോട് 9 തവണ ആഡ് ചെയ്താൽ 10ാമത്തെ പദം കിട്ടും. അപ്പൊ രണ്ടാമത്തെ പദത്തിന്റെ അവിടുന്ന് 10ാമത്തെ പദത്തിലേക്ക് എത്താൻ എത്ര തവണ ചെയ്താൽ മതി? യെസ്, നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. 8 തവണ പൊതുവ്യത്യാസം കൂട്ടണം. അവിടെ അത് മനസ്സിലാക്കാനും നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇവിടെ പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ 2 ആണ്. 10th പൊസിഷൻ അവിടെ 10 ആണ്. അപ്പൊ 2ൽ നിന്ന് 10, 2നോട് ഏത് സംഖ്യ കൂട്ടിയാലാണ് 10 കിട്ടുക? 8 ആണ് അല്ലെ? അപ്പൊ 8 തവണ പൊതുവ്യത്യാസം കൂട്ടിയാലാണ് 10ാമത്തെ പദം കിട്ടുക. അങ്ങനെയാണെങ്കിൽ 5ാമത്തെ പദത്തിനോട് എത്ര തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ 10ാമത്തെ പദം കിട്ടും? 5ാമത്തെ പദവും 10ാമത്തെ പദവും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? യെസ്, 5 Ds ആണ്. കാരണം 5നോട് 5 കൂട്ടിയാല 10 കിട്ടുക. അപ്പൊ 5ാമത്തെ പദത്തിനോട് 5th ടേമിനോട് 5 times d ആഡ് ചെയ്താലാണ്
10th ടേം കിട്ടുക. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് രണ്ട് പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസും പറയേണ്ട സമയത്ത് തന്നെ മനസ്സിലേക്ക് കടന്നു വരില്ലേ? എക്സാമ്പിൾ, ഞാൻ 10th ടേം തന്നിരിക്കുന്നു നിങ്ങൾക്ക് 30th ടേം 30ാമത്തെ പദം കണ്ടുപിടിക്കണം. എത്ര തവണ ഡി ആഡ് ചെയ്യണം? ഹൗ മെനി ടൈംസ്? എത്രയാണ് ഡി ആഡ് ചെയ്യേണ്ടത്? ഞാനിപ്പോ പറഞ്ഞെന്താണ്, 10ാമത്തെ പദത്തിൽ നിന്ന് 30ാമത്തെ പദത്തിലേക്ക്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് പ്രകാരം നിങ്ങളെ മനസ്സിലേക്ക് വന്നു 10 എന്നുള്ള പൊസിഷനിൽ 30 എന്നുള്ള പൊസിഷനിലേക്ക്. 10നോട് എന്ത് ആഡ് ചെയ്താലും 30 കിട്ടുക? 20. അപ്പൊ 20 ഡീസ് ആഡ് ചെയ്താൽ മതി. അപ്പൊ ഹിയർ x30 ഈസ് ഈക്വൽ ടു x10 പ്ലസ് 20 ഡീസ്. ക്ലിയർ അല്ലേ മക്കളത്? അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ 5ാമത്തെ ടേമിനോട് 15ാമത്തെ ടേം കിട്ടാൻ എത്ര ഡി ആണ് ആഡ് ചെയ്യേണ്ടത്? x5നോട് എത്ര ഡി ആഡ് ചെയ്താലാണ് x15 കിട്ടുക? x5 പ്ലസ് 10 ഡീസ് ഈസ് ഈക്വൽ ടു x15. ഇത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഈ പൊസിഷൻ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് അത്രയും തവണയാണ് ഡീസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. നമുക്ക് പബ്ലിക് എക്സാമിനേഷൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ 2 ടേം തന്നിട്ട് അതിന്റെ ഡിഫറൻസ് കാണാൻ പറയുമ്പോൾ നമുക്ക് ഓർമ്മിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണത്. ഓക്കെ മക്കളെ, അടുത്തത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അരിത്മെറ്റിക് സീക്വൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. 3, 6, 9, 12, 15, 18 എക്സെട്ര. ഇവിടെ ഫസ്റ്റ് ടേം ഈസ് 3, സെക്കൻഡ് ടേം ഈസ് 6, തേർഡ് ടേം ഈസ് 9, ഫോർത്ത് ടേം ഈസ് 12, ഫിഫ്ത്ത് ടേം ഈസ് 15, സിക്സ്ത് ടേം ഈസ് 18 എക്സെട്ര ആണ് അല്ലേ. ഇവിടെ കോമൺ ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച മെത്തേഡ് എന്താണെന്നറിയോ? നമുക്കറിയാം ഇവിടെ ഏത് രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് പ്രകാരം പൊസിഷൻ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് അല്ലെ. പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായ അത്രയും തവണ ഡി ആഡ് ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പൊ ഫസ്റ്റ് ടേമിൽ നിന്ന് 6th ടേമിലേക്ക് എത്താൻ എത്ര ഡീസ് ആണ് ആഡ് ചെയ്തത്? ഫസ്റ്റ് 1 ആണ്, ഇവിടെ 6 ആണ് പൊസിഷൻ. അപ്പൊ 5 ഡീസ് ആണ് ആഡ് ചെയ്തത് അല്ലെ. അപ്പൊ 5 ഡീസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ 3നോട് 18ൽ എത്താൻ വേണ്ടിയിട്ട് എത്ര നമ്പർ, ഏത് നമ്പറാണ് ആഡ് ചെയ്തതെന്ന് നോക്കിയാൽ മതി. ഇവിടെ നമുക്കറിയാം 3നോട് 15 ആഡ് ചെയ്താലാണ് 18 കിട്ടുക. അപ്പൊ 3നോട് 15 ആഡ് ചെയ്താലാണ് 18. പക്ഷെ ഫസ്റ്റ് ടേമിനോട് 5 ഡീസ് 5 തവണ പൊതുവ്യത്യാസം കൂട്ടിയാലാണ് 6ാമത്തെ ടേം കിട്ടുക. അപ്പൊ ഇവിടെ 5 തവണ പൊതുവ്യത്യാസം എന്ന് പറയുന്നതല്ലേ 15. 5 പൊതുവ്യത്യാസങ്ങൾ കൂട്ടിയാൽ അതിന്റെ വില 15 ആണെങ്കിൽ അവിടെ പൊതുവ്യത്യാസം കാണാൻ എന്ത് ചെയ്താൽ മതി? 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അവിടെ 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏതാ കിട്ടുക? 3 കിട്ടി. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. ഏത് രണ്ട് പദങ്ങൾ തന്നാലും പൊതുവ്യത്യാസം കാണാൻ നമ്മൾ അവിടെ ടേമിന്റെ ഡിഫറൻസിനെ പദങ്ങളുടെ ഡിഫറൻസ്, പദങ്ങളുടെ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ട് ഹരിച്ചാൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി. ഓർമ്മിക്കുക, കോമൺ ഡിഫറൻസ് കാണാൻ ഒരു സമാന്തര ശ്രേണി അരിത്മെറ്റിക് സീക്വൻസിൽ ഏതെങ്കിലും 2 പദങ്ങൾ തന്നാൽ, ടേംസ് തന്നാൽ കോമൺ ഡിഫറൻസ് കാണാൻ അവിടെ ആ ടേമുകളുടെ ഡിഫറൻസിനെ അതിന്റെ പൊസിഷനുകൾ തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ട് ഹരിച്ചാൽ മതി. ഹിയർ കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ഏതെങ്കിലും 2 പദങ്ങൾ തന്നാൽ അതിന്റെ വ്യത്യാസം കാണുക, ആ വ്യത്യാസത്തെ ആ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് ഹരിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ പഠിച്ചു കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലേ. ഇവിടെ ഈ പൊസിഷൻ ഡിഫറൻസ് ടേം ഡിഫറൻസിനെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ പൊസിഷൻ ഡിഫറൻസ് ഡിവിഷൻ നമുക്ക് ഈ LHSലേക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് മാറ്റുകയാണെങ്കിൽ എന്താവും? ഡിവിഷൻ ചേഞ്ച് ടു മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ എന്താവും? ടേം ഡിഫറൻസ് ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് ഇൻ ടു പൊസിഷൻ ഡിഫറൻസ്. ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും ഈ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. കോമൺ ഡിഫറൻസ് പൊസിഷൻ ഡിഫറൻസിനെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും ടേം ഡിഫറൻസ്. അപ്പൊ ഇവിടെ ഞാൻ ഈ അരിത്മെറ്റിക് സീക്വൻസ്
the difference between any two terms is always a multiple of common difference. ഈ ഒരു പോയിന്റ് നിങ്ങളെ മനസ്സിലേക്ക് വേണം. ഞാൻ ഈ സെഷന്റെ ലാസ്റ്റ് ആനുവൽ എക്സാമിനേഷന് വന്ന ക്വസ്റ്റ്യൻ, SSC പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട 2-3 പോയിന്റ്സ് ഞാൻ പറയുന്നു. അതിൽ ഒന്നാണ് ഇവിടെ ടേമിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എപ്പോഴും. ഇൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഈസ് ഓൾവേസ് എ മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ്. സമാന്തര ശ്രേണിയിലെ ഏത് 2 പദങ്ങളുടെ വ്യത്യാസവും അതിന്റെ പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമായിരിക്കും. അതിന്റെ പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമായിരിക്കും. ഓക്കെ, എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. The second term of an arithmetic sequence is 18 and its fourth term is 32. Write its third and first term. ഒരു സമാന്തര ശ്രേണിയുടെ 2ാം പദം 18ഉം 4ാം പദം 32ഉം ആയാൽ അതിന്റെ 3ാം പദവും 1ാം പദവും എഴുതുക. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ അത് 1-2 തവണ മനസ്സിരുത്തി വായിക്കുക. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യം എന്തൊക്കെയാണെന്ന് എഴുതുക. ഇവിടെ സെക്കൻഡ് ടേം x2 is equal to 18 ആണ്. ആൻഡ് ഇസ് ഫോർത്ത് ടേം x4 is equal to 32 ആണ്. നമ്മൾ അത് എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം 2ാമത്തെ പദമാണ് 18, 4ാമത്തെ പദമാണ് 32 അല്ലേ. ഇവിടെ പൊസിഷൻ 2ഉം 4ഉം ആണ്. ടേം ആണെങ്കിലോ 18ഉം 32 ആണ്. ഇവിടെ കോമൺ ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്മളിപ്പോൾ പഠിച്ചത് പ്രകാരം ടേം ഡിഫറൻസിനെ, അതായത് x4ൽ നിന്ന് x2 സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന സംഖ്യയെ അതിന്റെ പൊസിഷൻ ഡിഫറൻസ് 4 - 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ 32 - 18 ഡിവൈഡഡ് ബൈ 4 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 14 ഡിവൈഡഡ് ബൈ 2. ഈ 14 എങ്ങനെയാണ് കിട്ടിയത്? 32 18 മൈനസ് ചെയ്യുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ, അതായത് ടേമിന്റെ ഡിഫറൻസ് 14 ആണ്. എന്നാൽ പൊസിഷന്റെ ഡിഫറൻസോ 2 ആണ്. ടേമിന്റെ ഡിഫറൻസിനെ പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വി ഗെറ്റ് എന്താണ്? 7. അവിടെ കോമൺ ഡിഫറൻസ് 7 കിട്ടി. ഇനി എല്ലാവരും ശ്രദ്ധിക്കുക, ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ്, സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം നമ്മൾക്ക് ലഭിച്ചാൽ നമുക്ക് ഏത് ടേം കാണണമെങ്കിലും, നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു 2ാമത്തെ ടേം നമുക്ക് കിട്ടിയിട്ടുണ്ട്. 3ാമത്തെ ടേം കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2ാമത്തേത് കഴിഞ്ഞിട്ട് 3ാമത്തേത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 2ാമത്തെ ടേമിനോട് ഒരു തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി, കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. അവിടെ ഹിയർ സെക്കൻഡ് ടേം ഈസ് 18 and how can we calculate the third term? Third term is equal to second term plus common difference 18 plus here common difference is 7. 18 plus 7 is equal to 25. മൂന്നാമത്തെ പദം കാണാൻ 2ാമത്തെ പദത്തോട് ഒരു തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. 18നോട് 7 കൂട്ടിയാൽ 25 കിട്ടും. ഇനി നമുക്കിവിടെ 4ാമത്തെ പദം തന്നിട്ടുണ്ട് 32. ഫോർത്ത് ടേം ഇസ് 32 അല്ലെ. ഈ സെക്കൻഡ് ടേമിനോട് ഒരു തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ നമ്മൾ പറഞ്ഞു തേർഡ് ടേം കിട്ടും. ഇനി ആ തേർഡ് ടേം കിട്ടാൻ സെക്കൻഡ് ടേമിനോട് ഒരു തവണ കൂട്ടുന്നതിന് പകരം ഫോർത്ത് ടേമിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഫോർത്ത് ടേമിന് ഒരു തവണ പൊതുവ്യത്യാസം സബ്ട്രാക്ട് ചെയ്താൽ പുറകിലേക്ക് വന്നാൽ തേർഡ് ടേം എത്തില്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ നോക്കിയാലും നമുക്ക് മതി. 32 7 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? 32 7 മൈനസ് ചെയ്താൽ നമുക്ക് ഏത് തന്നെയാണ് ആൻസർ കിട്ടുക? 25 തന്നെയാണ്. അപ്പൊ മക്കളെ, തേർഡ് ടേം കിട്ടാൻ ഫോർത്ത് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് ഒരു തവണ സബ്ട്രാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ സെക്കൻഡ് ടേമിനോട് ഒരു തവണ ആഡ് ചെയ്താലും തേർഡ് ടേം കിട്ടും. ഇനി സെക്കൻഡ് ടേമും കിട്ടി, നമുക്ക് തേർഡ് ടേം കിട്ടി, ഫോർത്ത് ടേം ഉണ്ട്. ഇനി ഫസ്റ്റ് ടേം ആണ് കാണേണ്ടത്. എന്ത് ചെയ്താൽ മതി? എല്ലാവരും മനസ്സിലേക്ക് കടന്നു വന്നില്ല? അത് ഫസ്റ്റ് ടേം കാണാൻ സെക്കൻഡ് ടേമിൽ നിന്ന് ഒരു തവണ കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്താൽ മതി. x2 മൈനസ് d ദാറ്റ് ഈസ് x1. x2 ഇവിടെ 18 ആണ്, d 7 ആണ്. അപ്പൊ 18 മൈനസ് 7 ഈസ് ഈക്വൽ ടു 11. അപ്പോൾ ഹിയർ ദ കോമൺ ഡിഫറൻസ് 7. ഫസ്റ്റ് ടേം ഈസ് 11, സെക്കൻഡ് ടേം 18, തേർഡ് ടേം 25.
fourth term is equal to 32, etc. അടുത്ത ചോദ്യം എല്ലാവരും വളരെ ശ്രദ്ധിക്കണം, കാരണം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്തരം ക്വസ്റ്റ്യൻ കാണുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ആൻസർ മൈൻഡിലേക്ക് കടന്നു വരും. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് സെക്കൻഡ് ടേം ഈസ് ഈക്വൽ ടു 5 ആൻഡ് ഫിഫ്ത്ത് ടേം ഈസ് ഈക്വൽ ടു 2. രണ്ടാമത്തെ പദം 5ഉം അഞ്ചാമത്തെ പദം 2. ആ ചോദ്യം കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് എന്തോ ഒരു പ്രത്യേകത കടന്നു വന്നില്ലേ? എന്താണത്? ഓക്കെ, നിങ്ങൾ പലരും പറഞ്ഞു കഴിഞ്ഞു. അത് അവിടെ പൊസിഷനും ടേമും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ടേം 5, അഞ്ചാമത്തെ ടേം 2 അല്ലേ? സെക്കൻഡ് ടേം ഈസ് 5 ആൻഡ് ഫിഫ്ത്ത് ടേം ഈസ് 2. അവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ x2 ഈസ് ഈക്വൽ ടു 5 ആൻഡ് x5 ഈസ് ഈക്വൽ ടു 2. അവിടെ മനസ്സിലാവും നമുക്ക് പൊസിഷനും ടേമും ചേഞ്ച് ചെയ്തു. ആദ്യം പൊസിഷൻ 2 ആണ്, ടേം 5 ആണ്. രണ്ടാമത്തേത് പൊസിഷൻ 5 ആണ്, ടേം 2 ആണ്. ക്ലിയർ അല്ലേ? ഇങ്ങനെയുള്ള കേസിൽ എങ്ങനെ കോമൺ ഡിഫറൻസ് നമ്മൾ പഠിച്ചത് പ്രകാരം നമുക്ക് ചെയ്യാം. x5 മൈനസ് x2 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് 5 മൈനസ് 2. ടേം ഡിഫറൻസ് ഈസ് x5 മൈനസ് x2, പൊസിഷൻ ഡിഫറൻസ് ഈസ് 5 മൈനസ് 2. ഇവിടെ ടേം ഡിഫറൻസ് 2 മൈനസ് 5, ദാറ്റ് ഈസ് -3. സ്മോളർ നമ്പർ എന്ന് ഗ്രേറ്റർ നമ്പർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -3 ആണ്. ബട്ട് 5 മൈനസ് 2 ഈസ് ഈക്വൽ ടു 3. ദെൻ വാട്ട് അബൌട്ട് -3 ഡിവൈഡഡ് ബൈ 3? ഒരു നമ്പറിന് അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 1 ആയിരിക്കും, അറിയാം. പക്ഷെ ഇവിടെ നെഗറ്റീവിനെ പോസിറ്റീവ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ക്വോഷ്യന്റിന്റെ സൈൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അവിടെ ഓർമ്മിക്കേണ്ട മൾട്ടിപ്ലിക്കേഷന്റെ അതേ റൂള് തന്നെയാണ് ഇവിടെ ഡിവിഷനും വരിക. നിങ്ങൾ പഠിച്ചത് പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ്, പ്രൊഡക്റ്റ് ഓഫ് 2 പോസിറ്റീവ് നമ്പേഴ്സ്, അതെന്തായിരിക്കും? എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. എന്നാൽ നെഗറ്റീവിനെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? വീണ്ടും പോസിറ്റീവ് തന്നെയാണ് അല്ലേ? എന്നാൽ ഒരു പോസിറ്റീവിനെ ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിലോ എന്തായിരിക്കും? പ്രൊഡക്റ്റിന്റെ സൈൻ നെഗറ്റീവ് ആയിരിക്കും. അത് തന്നെയാണ് ഇവിടെ ഡിവിഷനും യൂസ് ചെയ്യുന്നത്. പോസിറ്റീവ് നമ്പറിനെ പോസിറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ ഈസ് ഓൾവേസ് പോസിറ്റീവ്. നെഗറ്റീവിനെ നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്താലോ പോസിറ്റീവ്. ബട്ട് നെഗറ്റീവിനെ പോസിറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർമ്മിക്കുക. ഹിയർ ഫസ്റ്റ് ടേം നമുക്ക് ആദ്യത്തെ ടേം കിട്ടാൻ വേണ്ടി x2 മൈനസ് d ഈസ് ഈക്വൽ ടു 5 മൈനസ് -1 ഈസ് ഈക്വൽ ടു 5 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 6. ഇവിടെ നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് എന്തായി മാറി? പോസിറ്റീവായി മാറി. ക്ലിയർ അല്ലേ? നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ് അല്ലെ? അത് നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് x, രണ്ട് നെഗറ്റീവുകൾ, അതിന്റെ പ്രൊഡക്റ്റ് എന്താകും? പോസിറ്റീവ് ആവും. അവിടെ ഫസ്റ്റ് ടേം 6 ആണ്. ഫസ്റ്റ് ടേം 6 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കോമൺ ഡിഫറൻസ് -1 എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഓർമ്മയില്ലേ? നെഗറ്റീവ് നമ്പർ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് സബ്ട്രാക്ട് ചെയ്യുന്നതിന് തുല്യമാണ്. -1 ആഡ് ചെയ്യുക എന്ന് പറയുന്നത് 1 സബ്ട്രാക്ട് ചെയ്ത് പോകുക എന്നാണ് അർത്ഥം അല്ലെ? അപ്പൊ ആദ്യത്തെ പദം 6 ആണ്. അത് 1 സബ്ട്രാക്ട് ചെയ്താൽ എന്തായിരിക്കും? അടുത്തത് 5. അടുത്തത് എന്തായിരിക്കും? 1 സബ്ട്രാക്ട് ചെയ്താൽ 4. അടുത്തത് എന്തായിരിക്കും? 3, 2 എക്സെട്ര. ഇപ്പൊ 1ന് ശേഷം എന്താ വരിക? 1 സബ്ട്രാക്ട് ചെയ്താൽ 0 ആണ് വരിക. വീണ്ടും 1 സബ്ട്രാക്ട് ചെയ്താൽ -1 കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ ഓർമ്മിക്കേണ്ടത് ഇവിടെ പൊസിഷനും ടേമും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്ന കേസിൽ എപ്പോഴും കോമൺ ഡിഫറൻസ് -1 ആയിരിക്കും. ഇനി നിങ്ങൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയട്ടെ. 10ാമത്തെ പദം 20, 20ാമത്തെ പദം 10, 10th term is 20, 20th term is 10. What about the common difference? എന്താണ് കോമൺ ഡിഫറൻസ്? -1. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെ ന്യൂമറേറ്ററിൽ നെഗറ്റീവ് നമ്പറും ഡിനോമിനേറ്ററിൽ പോസിറ്റീവ് നമ്പറേ വരും. അത് സെയിം നമ്പർ വരും. അതുകൊണ്ട് കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ മക്കളെ, ഇവിടെ ഈ ക്വസ്റ്റ്യൻ 3, 8, 13, 18 എക്സെട്ര ഈസ് അരിത്മെറ്റിക് സീക്വൻസ്. 3, 8, 13, 18 എക്സെട്ര ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. അതിന്റെ പൊതുവ്യത്യാസത. വിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ടേംസ് ഓഫ് ദിസ് സീക്വൻസ് ബി 60y? 3, 8, 13, 18 എന്ന സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം കാണുക. ഈ ശ്രേണിയിലെ ഏതെങ്കിലും 2 പദങ്ങളുടെ വ്യത്യാസം 60 ആകുമോ? എന്തുകൊണ്ട്? ഇവിടെ കോമൺ ഡിഫറൻസ് കാണാൻ ആർക്കും സംശയമില്ല. എന്ത് ചെയ്താൽ മതി? 8ന്ന് 3 കുറച്ചാൽ 8 - 3 ഈസ് ഈക്വൽ ടു 5. ഹിയർ കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 5. സംശയമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞത് കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ഏത് 2 പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസും. ഇവിടെ ചോദിച്ചത് ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് 60 ആകുമോ എന്നാണ്.
അപ്പൊ നമ്മൾ എന്ത് ചെക്ക് ചെയ്താൽ മതി? ഈ 60 കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണോ? ഹിയർ കോമൺ ഡിഫറൻസ് ഈസ് 5. അപ്പൊ 5ന്റെ മൾട്ടിപ്പിൾ ആണോ 60 എന്ന് മാത്രം ചെക്ക് ചെയ്യുക. ഇവിടെ ഹിയർ വി ക്യാൻ സേ ദാറ്റ് 60 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. ഈ മൾട്ടിപ്പിൾ ആണെന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ടേബിള് നോക്കിയിട്ടാണോ? ജസ്റ്റ് 16 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. റിമൈൻഡർ 0 ആണെങ്കിൽ 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും 60. Here the difference between any two terms of this sequence എന്താണ്? 60 ആകുമോ? Can be 60. കാരണം 60 is a multiple of the common difference. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ പ്രീവിയസ് ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാണ്. മക്കളെ, ഇത് പറയുമ്പോൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരിക. ഇതുവരെ പഠിച്ച കാര്യം എന്താണ്? കോമൺ ഡിഫറൻസ് കാണാൻ തുടർച്ചയായ പദങ്ങളാണെങ്കിൽ ഒരു പദത്തിൽ നിന്ന് അതിന് തൊട്ട് മുമ്പിലുള്ള പദം കുറച്ചാൽ മതി. ഏതെങ്കിലും 2 പദങ്ങളാണ് തന്നതെങ്കിൽ കോമൺ ഡിഫറൻസ് കാണാൻ ആ പദങ്ങളുടെ ഡിഫറൻസിനെ കോമൺ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ 25th term of an arithmetic sequence is 140 and 27th term is 166. What is its common difference? What is its 35th term? ഒരു സമാന്തര ശ്രേണിയുടെ 25ാം പദം 140ഉം 27ാം പദം 166ഉം എങ്കിൽ പൊതുവ്യത്യാസം എഴുതുക. ഈ ശ്രേണിയുടെ 35ാം പദം എത്ര? ഇവിടെ പൊസിഷൻ നോക്കിയാൽ 25ഉം 27ഉം ആണ്. ഹിയർ ദ ഡിഫറൻസ് ഈസ് പൊസിഷൻ ഡിഫറൻസ് ഈസ് 2. 25 and 27 ആ പൊസിഷൻ, ആ 25 27 തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. ടേമിന്റെ ഡിഫറൻസ് എത്രയാണ്? 140 നിന്ന് 166 ആണ്. 140 150 160 166 അപ്പൊ 26 ആണ് ആഡ് ചെയ്തത് അല്ലെ? അപ്പൊ 26 ആണ് ഇവിടെ ടേമിന്റെ ഡിഫറൻസ്. പൊസിഷന്റെ ഡിഫറൻസ് ആണെങ്കിലോ 2 ആണ്. അപ്പൊ 26നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയായിരിക്കും ആൻസർ? 13. അവിടെ കോമൺ ഡിഫറൻസ് ഈസ് 13 അല്ലെ? അപ്പൊ 13 അവിടെ പൊതുവ്യത്യാസം. നമുക്ക് പൊതുവ്യത്യാസം കാണാൻ പദങ്ങളുടെ വ്യത്യാസത്തെ സ്ഥാനങ്ങളുടെ വ്യത്യാസം കൊണ്ട് സ്ഥാന വ്യത്യാസം അല്ലെ, പൊസിഷൻ തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 13 ആൻസർ കിട്ടി. ഇനി നമ്മൾ പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏത് ടേം കാണാനും ഒരു പ്രയാസവും നമുക്ക്. കാരണം ഇവിടെ 25th ടേം കിട്ടി, 25ാമത്തെ ടേം 140 ആണ്. ഞാൻ പറഞ്ഞു 25ാമത്തെ ടേം കിട്ടിയാൽ 35ാമത്തെ ടേം കിട്ടാൻ വേണ്ടി എത്ര തവണ കോമൺ ഡിഫറൻസ് കൂട്ടണം? 25ആണ് പൊസിഷൻ, 35ആണ് മറ്റേ ടേമിന്റെ പൊസിഷൻ. അപ്പൊ 25നോട് ഏത് നമ്പർ ആഡ് ചെയ്താൽ 35 കിട്ടുക? 10 ആണ്. അപ്പോ 25ാമത്തെ ടേമിനോട് 10 times d ആണ് ആഡ് ചെയ്യേണ്ടത്. 10 d's ആഡ് ചെയ്താലാണ് 35th ടേം കിട്ടുക. ഇവിടെ ഹിയർ d is 30. അങ്ങനെയാണെങ്കിൽ 10 d's എത്രയായിരിക്കും? 10 into d എത്രയായിരിക്കും? 10 into 13 എത്രയായിരിക്കും? 130 ആണ്. അപ്പോൾ 140നോട് 10 d's ഹിയർ 10 d is equal to 130. അപ്പൊ 140നോട് 10 d's അതായത് 130 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 140 plus 130 is equal to 270 ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? ഇത് അങ്ങനെ ചില കുട്ടികൾ ചെയ്തിട്ടുണ്ടാവും. 25നോട് 25ാമത്തെ പദത്തോട് 10 തവണ പൊതുവ്യത്യാസം കൂട്ടി 35ാമത്തെ പദം കിട്ടി. ഇനി ചില കുട്ടികൾക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ 27ാമത്തെ പദത്തോട് എത്ര തവണ പൊതുവ്യത്യാസം കൂട്ടണം? നിങ്ങൾ പറഞ്ഞാട്ടെ. 27നോട് ഏത് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് 35 കിട്ടുക? 27നോട് 8 ആഡ് ചെയ്താലാണ് അല്ലെ? അപ്പൊ 27th ടേമിനോട് 8 d's ആഡ് ചെയ്താലാണ് 35th ടേം കിട്ടുക. അപ്പൊ ഇവിടെ d 13 ആണ്. അങ്ങനെയാണെങ്കിൽ 8 d's എത്രയായിരിക്കും? 8 into 13 എത്രയായിരിക്കും? 8 into 13 is 104. അപ്പൊ 166നോട് 104 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ
27th ടേമിനോട് 8 ഡീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 35th ടേം കിട്ടും. അവിടെയും 166 പ്ലസ് 104 ഈസ് ഈക്വൽ ടു 270 ആണ്. അപ്പോൾ ഏത് മാർഗത്തിലൂടെയും നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. 25th ടേമിനോട് 10 ടൈംസ് ഡി ചേർത്താൽ 35th ടേം കിട്ടും. അതുപോലെ 27th ടേമിനോടാണെങ്കിൽ നമുക്ക് 8 ടൈംസ് ഡി ആഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഞാനിപ്പോ പറഞ്ഞത് എന്താ അറിയോ, 2018 SLC പരീക്ഷയ്ക്ക് മോഡൽ പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ ആണിത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. 2018 SLCക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്നറിയോ? നോക്കിയേ, 2019 SLC മോഡൽ പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. എന്തെന്നറിയോ? മോഡൽ പരീക്ഷയ്ക്കും പബ്ലിക് എക്സാമിനും ഒക്കെ ഒരേ സെയിം ഇമ്പോർട്ടൻസിൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പബ്ലിക് എക്സാമിനേഷന് വരുന്നതാണ്. The 5th term of an arithmetic sequence is 38. 8th term is 62. What is the common difference of this sequence? And will the difference between any two terms of this sequence be 100? Why? നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓർമ്മയുണ്ടോ 60 ഡിഫറൻസ് ആകുമോ എന്നുള്ള ചോദ്യം. ഇവിടെ എന്താണ്? 5th ടേം 38 ആണ്, 8th ടേം 62 ആണ്. 5th പൊസിഷൻ ആണ്, 8th പൊസിഷൻ ആണ്. അവിടെ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 3 ആണ്. അപ്പൊ 5th ടേമിനോട് നമുക്കറിയാം 3 ടൈംസ് ഡി ആഡ് ചെയ്താലാണ് ഏത് കിട്ടുക? 5th ടേമിനോട് 3 ടൈംസ് ഡി ആഡ് ചെയ്താലാണ് 8th ടേം കിട്ടുക. നമുക്ക് 38നോട് എത്ര ആഡ് ചെയ്ത സമയത്താണ് 62 കിട്ടിയത്? 38നോട് എത്ര ആഡ് ചെയ്താലാണ് 62 കിട്ടുക? 24 ആണ് അല്ലെ? 24, 38 പ്ലസ് 24 ആണ് 62. അപ്പൊ ഈ 24 എന്ന് പറയുന്നത് എത്ര ഡീസ് ആണ്? എത്ര ഡികളാണ്? എത്ര പൊതുവ്യത്യാസമാണ്? നമുക്ക് 3 ഡീസ് ആണ്, 3 പൊതുവ്യത്യാസമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പൊതുവ്യത്യാസത്തിന്റെ വാല്യൂ എത്രയാണ്? ജസ്റ്റ് 24 ഡിവൈഡഡ് ബൈ 3. അങ്ങനെ അല്ലെങ്കിൽ അപ്പൊ 24 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 8 കിട്ടും അല്ലെ? അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോമൺ ഡിഫറൻസ് ഈസ് ടേം ഡിഫറൻസ് 62 മൈനസ് 38 ഡിവൈഡഡ് ബൈ 8 മൈനസ് 5. ഞാനിപ്പോ പറഞ്ഞു തന്നെ എഴുതുമ്പോൾ ഞാനിപ്പോ നേരത്തെ സൂചിപ്പിച്ച പോലെ എഴുതാം. അപ്പോൾ നമുക്ക് 24 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? 3 കിട്ടും. ദാറ്റ് ഈസ് 8. കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി ആ 8 ആണ് കോമൺ ഡിഫറൻസ്. വിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഓഫ് ദി സീക്വൻസ് ബി 100? രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 100 ആകുമോ എന്നാണ് ചോദിച്ചത്. എന്താ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? എന്താണ് നേരത്തെ നമ്മൾ പഠിപ്പിച്ചത്? എന്താണ് മനസ്സിലാക്കിയത്? എന്താണ് ഏത് രണ്ട് ടേമുകളുടെ ഡിഫറൻസും കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇവിടെ 100 8ന്റെ മൾട്ടിപ്പിൾ ആണോ? നോ. 100നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 0 ആണോ? അല്ല. അപ്പോൾ 100 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 8. Therefore it cannot be. അല്ലെ, ഈ ഡിഫറൻസ് ഒരിക്കലും 100 ആവില്ല. രണ്ട് പദങ്ങളുടെ വ്യത്യാസം 100 ആവില്ല. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ 2020 ഈ കഴിഞ്ഞ വർഷം SLC പരീക്ഷ ഈ കഴിഞ്ഞ SLC എക്സാമിനേഷന് വന്ന ക്വസ്റ്റ്യൻ ആണ്. What is the common difference of an arithmetic sequence x minus 1, x plus 1, etc.? If x minus 1 is an even number, which is the next even number? Question 8th question 2020 മാർച്ചിലെ 8ാമത്തെ ചോദ്യത്തിന്റെ 2 സബ് ക്വസ്റ്റ്യൻസ് ആണ്, എയും ബിയും ആണിത്. എന്താ ചോദിച്ചത്? ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ 3 പദങ്ങൾ x minus 1, x plus 1 എന്നിങ്ങനെ എടുത്താൽ അതിന്റെ പൊതുവ്യത്യാസം എത്ര? കോമൺ ഡിഫറൻസ് കാണാൻ നമുക്കറിയാം 2 പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലെ? ഇവിടെ സെക്കൻഡ് ടേം ഏതാണ്? എക്സ് ആണ്. തേർഡ് ടേം ഏതാണ്? തേർഡ് ടേം ഈസ് എക്സ് പ്ലസ് 1. എക്സ് സെക്കൻഡ് ടേം ആണ്, തേർഡ് ടേം എക്സ് പ്ലസ് 1 ആണ്. ഏത് നമ്പർ ആണ് എക്സിനോട് ആഡ് ചെയ്തത്? അവിടെ തന്നെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും 1 ആണ്. അപ്പൊ ഹിയർ ദ കോമൺ ഡിഫറൻസ് ഈസ് 1. തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം സബ്ട്രാക്ട് ചെയ്താൽ എക്സ് പ്ലസ് 1 എന്ന് എക്സ് സബ്ട്രാക്ട് ചെയ്താൽ എക്സ് സബ്ട്രാക്ട് ചെയ്താൽ 0, ബാക്കി എന്തായിരിക്കും അവശേഷിക്കുന്നത്? അവിടെ 1 ആണ്. അപ്പൊ ഹിയർ ദ കോമൺ ഡിഫറൻസ് ഈസ് 1. അവിടെ നോക്കിയാൽ മാത്രം കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അവിടെ എക്സ് കഴിഞ്ഞിട്ട് എക്സ് പ്ലസ് 1 ആണ് കാണുന്നതെങ്കിൽ കോമൺ ഡിഫറൻസ് 1 ആണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അടുത്ത ചോദ്യം എന്താണെന്ന് അറിയോ? ഇഫ് എക്സ് മൈനസ് 1 ഈസ് ആൻ ഈവൺ നമ്പർ, ഒരു ഇരട്ട സംഖ്യയാണ്, ഈവൺ നമ്പർ ആണ്, ഈവൺ നാച്ചുറൽ നമ്പർ ആണ് എക്സ് മൈനസ് 1. എക്സ് മൈനസ് 1 ഈസ് ആൻ ഈവൺ നമ്പർ വിച്ച് ഈസ് ദ നെക്സ്റ്റ് ഈവൺ നമ്പർ. ഒരു ഇരട്ട സംഖ്യ എക്സ് മൈനസ് 1 ആണെങ്കിൽ തൊട്ടടുത്ത ഇരട്ട സംഖ്യ ഏതായിരിക്കും? ഇരട്ട സംഖ്യകൾ എന്താണ്? ഈവൺ നമ്പേഴ്സ് എന്താണ്?
അവിടെ ഈവൺ നമ്പേഴ്സിന്റെ സീക്വൻസ് ഒന്ന് പറഞ്ഞാട്ടെ. ഈവൺ നാച്ചുറൽ ഏതാണ് ഈവൺ നമ്പേഴ്സിൻ്റെത്? 2, 4, 6, 8 എക്സെട്ര. ഏത് നമ്പറാണ് അവിടെ ഡിഫറൻസ് ആയി വരുന്നത്? 2 കഴിഞ്ഞ് 4 ആണ്. ഏതാണ്? 2 ആണ്. 4 കഴിഞ്ഞ് 6 ആണ്. വീണ്ടും 2 ആഡ് ചെയ്യുമ്പോഴാണ് അല്ലേ? 6 കഴിഞ്ഞ് 8 ആണ്. വീണ്ടും 2 ആണ് 6നോട് ആഡ് ചെയ്യുന്നത്. അപ്പൊ അവിടെ കോമൺ ഡിഫറൻസ് ഇസ് 2. അപ്പൊ ഈവൺ നമ്പേഴ്സിന്റെ സീക്വൻസ് കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? 2 ആയിരിക്കും. ഇനി ഓഡ് നമ്പർ ആണെങ്കിൽ പെട്ടെന്ന് ചില കുട്ടികൾ മനസ്സിലാവും, ഓഡ് നമ്പർ ഒറ്റ സംഖ്യ കോമൺ ഡിഫറൻസ് എത്രയാണ്? 1 കഴിഞ്ഞ് 3 കഴിഞ്ഞു, 3 കഴിഞ്ഞാൽ 5, 5 കഴിഞ്ഞാൽ 7. അവിടെയും കോമൺ ഡിഫറൻസ് എന്തായാലും 2 തന്നെയാണ്. ഈവൺ നമ്പേഴ്സ് ആയാലും ഓഡ് നമ്പേഴ്സ് ആയാലും അവിടെ ഡിഫറൻസ് എന്തായിരിക്കും? കോൺസിക്യൂട്ടീവ് 2 ടേംസ് എടുത്തു കഴിഞ്ഞാൽ ഡിഫറൻസ് ഈസ് 2. അങ്ങനെയാണെങ്കിൽ ഒരു ഇരട്ടസംഖ്യ 6 ആണെങ്കിൽ തൊട്ടടുത്ത ഇരട്ടസംഖ്യ എന്തായിരിക്കും? നമുക്കറിയാം 6നോട് 2 ആഡ് ചെയ്താൽ 8 കിട്ടും. 10 ആണെങ്കിൽ അടുത്ത ഇരട്ടസംഖ്യ, അടുത്ത ഈവൺ നമ്പർ കാണാൻ 10നോട് ചെയ്താൽ മതി, 2 ആഡ് ചെയ്താൽ മതി, 12 കിട്ടി. x-1 ഒരു ഈവൺ നമ്പർ ആണെങ്കിൽ തൊട്ടടുത്ത ഈവൺ നമ്പർ കാണാൻ 2 അല്ലേ ആഡ് ചെയ്യേണ്ടത്? x-1നോട് 2 ആഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? x-1 പ്ലസ് 2. അവിടെ -1 പ്ലസ് 2 അല്ലെ? -1 പ്ലസ് 2 ആണ്. x-1 പ്ലസ് 2 ആണ്. അപ്പൊ അവിടെ 2ന്ന് 1 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറും വന്നാൽ അവിടെ 2ന്ന് 1 സബ്ട്രാക്ട് ചെയ്തിട്ട് 2ന്റെ സൈൻ ഏതാണത്? +1. അപ്പൊ എന്താ കോമൺ നെക്സ്റ്റ് ഈവൺ നമ്പർ എന്തായിരിക്കും? x+1 ആയിരിക്കും. ഒന്ന് എഴുതി നോക്കിയാൽ മതി. ഇത് x-1 പ്ലസ് 2. നിങ്ങൾ എഴുതുന്നില്ലേ അത്? x-1 പ്ലസ് 2 എന്താ സംഭവിക്കുക? x-1 പ്ലസ് 2 എന്ന് പറയുമ്പോൾ അവിടെ x പ്ലസ് 1 കിട്ടും. ആ 1 എങ്ങനെ കിട്ടുന്നത്? -1 പ്ലസ് 2 ആണ്. ഡിഫറൻസ് ഏതാണ്? ഒന്ന് നെഗറ്റീവ് നമ്പർ, ഒന്ന് പോസിറ്റീവ് നമ്പർ ആണ്. അവിടെ എന്താ, എങ്ങനെയാണ് നമ്മൾ അതിന്റെ കാൽക്കുലേഷൻ നടത്തുക? വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സൈൻ അല്ലേ? അപ്പൊ എന്ത് വരും? x+1 വരും. ഓക്കെ. ഇനി ഈ കഴിഞ്ഞ വർഷം വന്ന ക്വസ്റ്റ്യനിൽ തന്നെ കണ്ടില്ലേ നമ്മളെ 29ാമത്തെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ, സാധാരണ രീതിയിൽ ജനറൽ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. അത് ഇത്തവണ അരിത്മെറ്റിക് സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ഈ 2020 മാർച്ച് മാസം നടന്ന SSLC പരീക്ഷയ്ക്ക് 23 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് 7th ക്വസ്റ്റ്യനിൽ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ ആണ് എന്തെന്നറിയോ? 29th ക്വസ്റ്റ്യനിൽ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണത്? 7th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 10, 10th ടേം ഈസ് 7. വാട്ട് ഈസ് എ കോമൺ ഡിഫറൻസ്? നേരത്തെ നമ്മൾ സൂചിപ്പിച്ചില്ലേ, പൊസിഷനും ടേമും തമ്മിലുള്ള ഒരു ചേഞ്ച്. 7th ടേം ഈസ് 10, 10th ടേം ഈസ് 7. അവിടെ കോമൺ ഡിഫറൻസ് കാൽക്കുലേഷന്റെ ആവശ്യം പോലും എന്താണ്? -1. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് തൊട്ടടുത്ത സെഷനിൽ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു സെഷൻ ആയിരിക്കും. ഓക്കെ. ഇതുവരെ ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. സ്റ്റേ ഹോം, stay safe.